Welcome to the new video of Team Amigos. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ചിന്റെ പേരാണ് Drawing Challenge. പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ ഇവർക്ക് ഈ ചലഞ്ചിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഇവർക്ക് ബോർഡ് വിത്ത് പേപ്പർ കൊടുത്തിട്ടുണ്ട്, പെൻസിൽ കൊടുത്തിട്ടുണ്ട്, ഇറേസർ കൊടുത്തിട്ടുണ്ട്, സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു ഷാർപ്നർ തന്നിട്ടുണ്ട്. അതെടുക്കുമ്പോൾ മാക്സിമം നിങ്ങൾ തല്ലി പിടിക്കാതിരിക്കുക. ഓക്കെ, ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ഈ കാണുന്ന ഈ ബ്ലാക്ക് പ്ലേറ്റിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കഴിക്കുന്ന വസ്തു നമ്മൾ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈക്ക് എന്താ പറയുക, തിന്നുന്നതാവാം, ചിലപ്പോൾ തിന്നാത്തതാവാം, ഡിപ്പെൻസ്. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ആ വെക്കുന്ന വസ്തു നിങ്ങൾ കറക്റ്റായിട്ട് ഈ പേപ്പറിൽ വരച്ച് കാണിക്കണം. ഈ വരച്ച് കാണിക്കുന്നതിന് നമ്മളൊരു ടൈം വെച്ചിട്ടുണ്ട്. ജസ്റ്റ് 2 minutes ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ 2 minutesനുള്ളിൽ നിങ്ങൾക്ക് പറ്റാവുന്ന അത് പറ്റും. അതായത് നിങ്ങൾ വലുതാക്കിയൊന്നും വരക്കണ്ട, മാക്സിമം ചെറുതാക്കി നല്ല രീതിയിൽ ആ ഒരു ഒബ്ജക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വരച്ച് കാണിക്കണം. ആകെയുള്ള ടൈം എന്ന് പറയുന്നത് 2 minutes ആണ്. എന്താ സ്കെയിലായിട്ട് അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും നിങ്ങൾ വരക്കണ്ട. പക്ഷെ കാണുമ്പോൾ അത് ആ ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. ഞാൻ തന്നെയാണ് ഇവിടെ മോണിറ്റർ ചെയ്യാൻ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾ വരക്കുന്നതെല്ലാം നോക്കിയിട്ട് ആരാണ് ബെസ്റ്റ് ആയിട്ട് വരക്കുന്നത് ഞാനായിരിക്കും നോക്കുന്നത്. അപ്പൊ എന്തായാലും അതെ അതെ, ഇതിൽ കുറെ പേപ്പേഴ്സ് തന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൽ തന്നെ വരക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് എത്ര പേപ്പേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ 4 ഒബ്ജക്ട്സ് ആയിരിക്കും ഇതിൽ വെക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഇതാ തക്കാളിയാണ്, ഗൈസ്, ടൊമാറ്റോ. അപ്പൊ നമുക്ക് തിന്നുന്ന അവസ്ഥയാണ്. മാക്സിമം നല്ല രീതിയിൽ വരച്ചിട്ട് ഈ തക്കാളി കിട്ടാൻ നോക്കാം കേട്ടാ. അപ്പൊ ഞാനിത് ഇവിടെ കൊണ്ടുപോയി വെക്കട്ടെ. റെഫറൻസ് തക്കാളിയാണ്. ഇങ്ങനെ വെച്ചാൽ അവർക്ക് വരക്കാൻ പറ്റില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് തിരിച്ചു വെക്കാണ്, ക്ഷമിക്കണം. അപ്പൊ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് പറയുമ്പോ മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. തുടങ്ങിയിട്ടില്ല, ഞാൻ സ്റ്റാർട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, നോക്കിക്കഴിഞ്ഞാ എല്ലാരും നോക്കിക്കഴിഞ്ഞാ, സ്കാൻ ചെയ്ത് കഴിഞ്ഞാ? അങ്ങനെയാണെങ്കിൽ അല്ലാ എന്ത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോ തുടങ്ങിയാൽ മതി കേട്ടാ. അപ്പൊ പറയാൻ വേണ്ടി പോവാണ്. ഓൾ ദ ബെസ്റ്റ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഞാൻ ടൈമർ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് 2 minutes മാത്രമാണ് ടൈം വരുന്നത് കേട്ടോ. എത്രയും പെട്ടെന്ന് മാക്സിമം വരക്കാൻ നോക്കാം. അവർ വരച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫിക്രു പെൻസിൽ വെച്ചിട്ട് തക്കാളീൻ്റെ ആ ഒരു ഔട്ട്ലൈനൊക്കെ വരച്ചിട്ടുണ്ട്. ചാച്ചു ആദ്യമേ സ്കെച്ച് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പെൻസിലെല്ലാം ബുദ്ധിപരമായിട്ട് കളിച്ചിട്ടുണ്ട്. ബിനീഷ് കാക്ക അതെ സ്കെച്ച് വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം ഒരു തക്കാളിയല്ല, ആപ്പിളിൻ്റെ ഒക്കെ പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഇക്കാക്ക എന്താ ഇത് ഉദ്ദേശിച്ച? നിങ്ങള് മറ്റുള്ളവരെ നോക്കണ്ട, നിങ്ങളുടെ ടൈം പോവാട്ടാ. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരക്കാൻ നോക്കുക. ആ ചാച്ചു അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വരക്കണ്ട. ആ തക്കാളിയുടെ ആ ഡീറ്റെയിലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫിക്രു കുഴപ്പമില്ല, പക്ഷെ എന്തോ ഒരു ചെറിയൊരു വശപ്പശ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്കൾ ചിരിക്കാതെ താങ്കളുടെ ചെയ്യൂ. 57 സെക്കൻഡ് ആയിട്ടുണ്ട്. 59, 1 minute ആയിട്ടുണ്ട്. നമുക്കിനി 1 minute കൂടെ ബാക്കിയുള്ളൂ. എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓവർ ഭംഗി വരുത്തണ്ട, പക്ഷെ ആ ഒരു ഇത് വേണം. തക്കാളി ആണെന്ന് എനിക്ക് മനസ്സിലാവണം. ഞാൻ നിങ്ങളുടെ 3 പേരെ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്. ആർക്കാണ് കൂടുതൽ നല്ല ഭംഗി വന്നിരിക്കുന്നത് അവർക്കായിരിക്കും ഞാൻ ഈ ഒരു തക്കാളി തരാൻ പോകുന്നത്. തക്കാളി കൊതിയന്മാരുണ്ടെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ വരക്കാം. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 minute 30 സെക്കൻഡ്. ആകെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. കൊള്ളാം, എല്ലാവരും നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട്. വെറും 6 സെക്കൻഡ് 5 സെക്കൻഡ് മാത്രമാണ്. ഗായ്സ് ടൈം ഓവർ. സ്റ്റോപ്പ്. 2 minute കഴിഞ്ഞ്. ഓക്കെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ്, ഞാനൊന്ന് ഫോണിലൂടെ വെക്കുന്നുണ്ട്. ഇത് ബിനീഷ് കാക്ക വരച്ചതാണ്. കാണുന്നുണ്ടോ? കണ്ടില്ലേ? മര്യാദ ആദ്യമേ വരച്ചോണ്ടിരുന്ന വെച്ചാണ്. ടൈം തീരാതെ ഒറ്റ കുത്തും വരാ കാണിച്ചു വെച്ചൊക്കെ നോക്കിക്കേ. ഇതിപ്പോ എന്താണെന്ന് മനസ്സിലാവുള്ള സ്ക്രാച്ച് പോലെ ഉണ്ട് കേട്ടാ. ഔട്ട്. നെക്സ്റ്റ് വൺ. ഇത് ഓൾമോസ്റ്റ് 1 minute. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കുറച്ച് അടുത്തേക്ക് കൊണ്ടുവരാം. പക്ഷെ തക്കാളിക്ക് കളർ ഇല്ല ഗൈസ്. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണത്.
തക്കാളി ആയിട്ട് എനിക്ക് തോന്നിയേക്കാം. തക്കാളിക്ക് അങ്ങനത്തെ കളറിലില്ല. ഞാൻ പറയട്ടെ, നിക്ക്, ഞാനാണ് ഇത് നോക്കണത്, ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ മിണ്ടാണ്ടിരുന്നാ എനിക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതിലിപ്പോ കറക്റ്റ് ആയിട്ട് ആ ഷേപ്പ് വന്നിട്ടുണ്ട്, കളേഴ്സ് വന്നിട്ടുണ്ട്, ആ ഒരു ഡീറ്റെയിലിംഗ് തക്കാളിയുടെ ആ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. മാക്സിമം ബിനീഷ് കാക്ക ചെയ്ത പോലെ കുത്തുംവര വരക്കാതെ നല്ല രീതിയിൽ കാക്ക ചെയ്തിട്ടുണ്ട്. അപ്പൊ പെർഫെക്റ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, 2 മിനിറ്റ് കൊണ്ട് വരക്കാൻ പറ്റുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് നോക്കാം, ഒരാളെയും കൂടി ഉണ്ട്, എന്നിട്ട് ഞാൻ പറയാം. ഇതാണ് ഫിക്രു വരച്ചിരിക്കുന്നത്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൾക്ക് കൈക്ക് വയ്യ, പക്ഷെ ആള് നോർമലി, അതെ, നോർമലി ലെഫ്റ്റ് ഹാൻഡ് ആണ് ആള്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇരുത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ കൈ വയ്യാത്ത ഒരാൾ ഇരുത്തിന്ന് നിങ്ങൾ പറയണ്ട, ആള് ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ വരച്ചേക്കണേല് കുഴപ്പമില്ല. പക്ഷെ എന്താ പറയാ, കമ്പയർഡ് ടു താങ്കൾ കണ്ടിട്ടാണ് അത് പറഞ്ഞത്, കണ്ടിട്ടില്ല. വെറുതെ ഇരുന്ന് ഡയലോഗ് അടിക്കണ്. ഇനി വെറുതെ ഇരുന്ന് ഡയലോഗ് അടിച്ച് ഞാൻ മാർക്ക് കുറച്ചോളൂ കേട്ടാ. അപ്പൊ കമ്പയർഡ് ടു ചാച്ചുവിനെ വെച്ച് നോക്കുമ്പോ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ചാച്ചുവിന്റെ ആണ്. അതുകൊണ്ട് മാത്രം ഈ തക്കാളി നമ്മള് ചാച്ചുക്ക് കൊടുക്കുകയാണ്. ചാച്ചു, യു ക്യാൻ ടേക്ക് ദാറ്റ്. വേണമെങ്കിൽ തിന്ന് കാണിച്ചോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വൺ തക്കാളി ആയിരുന്നു, അതിൽ ജയിച്ചിരിക്കുന്ന ചാച്ചാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് കടക്കാം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ട്രെയിൻ ആണ്. ദാറ്റ് ഇസ് ബ്ലൂ ട്രെയിൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരക്കാൻ റെഡി അല്ലേ? ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. സ്കെച്ച് ഒക്കെ എടുത്ത് റെഡി ആക്കി വേണമെങ്കിൽ വെച്ചോ. ഓക്കെ, അപ്പോൾ ഓൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. ജസ്റ്റ് 2 minutes ഗൈസ്. പെട്ടെന്ന് തുടങ്ങിക്കോ. ബിനീഷ് കാക്ക അവിടെ സ്കെച്ച് എടുക്കാൻ തന്നെ അരമണിക്കൂർ, സ്കെച്ച് ഓപ്പൺ ചെയ്യാൻ അരമണിക്കൂർ, ബോർഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ അരമണിക്കൂർ. എന്തത് ചാച്ചു, അല്ലാ എന്തത് സ്കെയില് തരത്തോണ്ടാണ് അമ്മ പെൻസിൽ വെച്ച് വരക്കണത്. പെൻസിൽ വെച്ചിട്ടാണ് വരക്കണം. ചാച്ചു ഉണ്ടാ, ചാച്ചു അന്യായ കലാകാരനാന്ന് തോന്നുന്നു. സ്കെയിലും വേണ്ട, ഒന്നും വേണ്ട, പെൻസിലും വേണ്ട, ഡയറക്റ്റ് സ്കെച്ചൊക്കെ. ചാച്ചു സൂപ്പർ. ചിക്കുറ അളവൊക്കെ എടുക്കണേണ്ടാ, എന്താകും എന്തോ. ബിനീഷ് കാക്ക ഇതിൽ സെറ്റ് ആക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബിനീഷ് കാക്ക സ്റ്റാർട്ട് ചെയ്യും, ലാസ്റ്റ് ആകുമ്പോൾ 2 കുത്തും വര തക്കാളിയിൽ ചെയ്ത പോലെ. ഭയങ്കര കോൺസെൻട്രേഷൻ ആണ് ഗൈസ്. ഞാൻ പറയുന്നൊന്നും അവർ കേൾക്കുന്ന പോലും ഇല്ല. പക്ഷെ ഞാൻ ടൈം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ടൈം എന്ന് പറഞ്ഞത് 55 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ 1 മിനിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ചാച്ചൂസ് വെറുതെ സുമ്മ പുളി സാധനം. 1 മിനിറ്റ് ഇട്ടാ, 1 മിനിറ്റ് കഴിഞ്ഞേ, 1 മിനിറ്റ് കഴിഞ്ഞ് 1 മിനിറ്റ് 10 സെക്കൻഡ് ആവാറായി. പെട്ടെന്ന് വരക്കാം, പെട്ടെന്ന് വരക്കാം. നമ്മൾ സ്കൂളിലെ പിള്ളേരെ കൊണ്ട് വരപ്പിക്കൂലേ, അത് സെയിം തന്നെ ചെയ്ത് വെച്ചേക്കണത് കറക്റ്റ്. പക്ഷെ ഇക്കാക്ക ഒരു ചെറിയൊരു പ്രൊഫഷണൽ എന്നൊന്നും പറയാൻ പറ്റൂല, ബട്ട് സ്റ്റിൽ അടിപൊളിയാണ്. ഫിക്രു അളവൊക്കെ എടുത്തിട്ട് ടയറൊക്കെ വരച്ച് വെച്ചേക്കണ. എന്താണ് റബ്ബി ഇങ്ങനെയൊക്കെ വരച്ച് വെച്ചേക്കണല്ല. 1 മിനിറ്റ് 30 സെക്കൻഡ്, ജസ്റ്റ് 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് വരക്കാം. ഞാൻ ടൈമൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കാൻ നിൽക്കണ്ട. ഇക്കുറിന്റെ ഫ്രണ്ടിൽ കാറും ബാക്കിൽ ട്രെയിനിന്റെ ബോഗി അതേപോലെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് 4 സെക്കൻഡ് മാത്രമാണ്, തീരാറായി. ഞാൻ പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാ. സ്റ്റോപ്പ് നിർത്തിക്കോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അതെ കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? അയ്യോ 1 മിനിറ്റ് കാണിച്ചു തരാം. നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇതേ ഞാൻ പറഞ്ഞുതരാം. ഇത് കറക്റ്റ് ഇവിടെ ബസ് പോലെ ഒരു ഫീൽ ഉണ്ട്, പക്ഷെ ബസ്സിന്റെ ടയർ ഇച്ചിരി കൂടിപ്പോയി. ഇത് കറക്റ്റ് മുതലില്ലേ, മുതലായിട്ട് നല്ല പോലെ ട്രെയിനാന്ന് തോന്നില്ല. എഫേർട്ട് എനിക്ക് ഇഷ്ടമായി, പക്ഷെ അട്ടർ ഫ്ലോപ്പ് ആണ്. സോറി. ഓക്കെ, അടുത്തത് സിമ്പിൾ ബട്ട് റിയലി ബ്യൂട്ടിഫുൾ. കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, പ്രൊഫഷണൽ അല്ലെങ്കിൽ പോലും ഇക്കാക്ക് ഓരോ ഡീറ്റെയിലിംഗ്, അതായത് ട്രെയിനിന്റെ ബോഗി, ട്രെയിനിന്റെ ഫ്രണ്ട് പോർഷൻ യെല്ലോ, അതിൽ യെല്ലോ വീൽസ് ആണ് കറക്റ്റ് എല്ലാം. അതായത്
കൂടുതലായിട്ട് ഓവറാക്കാതെ പക്ഷെ എല്ലാ പോർഷൻസും കറക്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. താങ്കൾ മിണ്ടണ്ട പക്ഷെ കൊളായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വൺ കാണിക്കാം. നെക്സ്റ്റ് വൺ നമ്മുടെ ഫിക്രുവിന്റെ എനിക്ക് ഇഷ്ടായിട്ടാ. ഇതിന് സത്യം പറഞ്ഞാല് കണ്ടോ, കണ്ടില്ലേ? അപ്പൊ സത്യം പറഞ്ഞാല് ചാച്ചു ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് എന്തായാലും ഫിക്രുക്കേ കൊടുക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇതില് ചാച്ചു സ്റ്റേ അപ്പൊ ഇതില് അടിപൊളിയായിരുന്നു ട്രെയിനൊക്കെ. പക്ഷെ വീൽസ് ഒക്കെ കണ്ടില്ലേ, വീൽസ് യെല്ലോ കളർ കൊടുത്തെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്ഷൻ ആയിരുന്നു. അതൊക്കെ ഒന്ന് ഫിക്രു നെക്സ്റ്റ് ടൈം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷെ സ്റ്റിൽ ഫിക്രു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതില് പ്രൈസ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ചാച്ചു മോനാണ്. കാക്ക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ട്രെയിൻ ഗോസ് ടു യു ചാച്ചു. തക്കാളി കഴിഞ്ഞു, ട്രെയിൻ കഴിഞ്ഞു. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് പ്രിങ്കിൾസ്. പ്രിങ്കിൾസ് ആണ്. ഇതിന്റെ അകത്ത് കുറച്ചുണ്ട്. അപ്പൊ എന്തായാലും ആരാണോ നല്ലോണം വരയ്ക്കുന്നത് അവർക്ക് ഞാൻ ഇത് തരുന്നതായിരിക്കും. ഇതെന്തായാലും തിരിച്ചൊന്ന് ഞാൻ ഒന്ന് തിരിച്ചു വെക്കാം കേട്ടോ ഗൈസ്, കാരണം ഇവർക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യലേ? ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ടൈമർ വെക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് പറയുമ്പോ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോ ഓൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. ടൈമർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവര് വരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബിനീഷ് കാക്കേ എന്താ പ്രശ്നം എന്നറിയോ? പെൻസിൽ എടുത്ത് വരച്ച് ഭംഗി നോക്കി എന്നിട്ട് സ്കെച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും ടൈം കഴിയും. അപ്പൊ ഒരു കുത്തും വര, മനസ്സിലായ? ആ തക്കാളിക്ക് ചെയ്ത പോലെ. ഫിക്രു ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട്. ചാച്ചുവും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ചാച്ചു എന്താ പെൻസിൽ എടുത്താ? ഓ ഡീറ്റെയിലിങ്, താഴെ പോഷൻ ഗ്രേ, അയ്യോ സീന് കൊള്ളാട്ടാ. ഗ്രേ കളർ സ്കെച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ചാച്ചു പെൻസിൽ യൂസ് ചെയ്തത്. ബുദ്ധിമാൻ ഐഡിയ. ടൈം നോക്കാട്ടാ, 45 സെക്കൻഡ് ആയിട്ടുണ്ട്. 45 സെക്കൻഡ് മാക്സിമം. ചെറുത് വരച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും ഓൾറെഡി വരച്ചു തുടങ്ങിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റില്ല. അപ്പം അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും ബോട്ടിൽ വരച്ചിട്ടാണ് ഉള്ളിൽ ചെയ്യണത്. ഇത് ബോട്ടിലിൻ്റെ അകത്തുള്ള ചെയ്തിട്ട് ബോട്ടിൽ വരക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളിവിടെ. എൻ്റെ പൊന്നോ, ഇത് അന്യായ കോമഡിയാണ് കേട്ടോ, സീനാണ്. എല്ലാരും ചെറിയതാണ് ചെയ്യണത്. ഇക്കാക്കൊരു A4 സൈസ് പേപ്പർ ഫുള്ളായിട്ട് പ്രിങ്കിൾസ് ഇറക്കണേ വന്നത്. സോൺലി 10 seconds more. സോ ടിക് ടിക് 1 2 3 ഒന്നും ഞാൻ എണ്ണണില്ല. ജസ്റ്റ് 4 seconds. ടൈം തീരാറായി. ഞാൻ സ്റ്റോപ്പ് പറയുമ്പോൾ നിർത്താം. സ്റ്റോപ്പ്. സ്റ്റോപ്പ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇത് ഞാൻ പറയണ്ടല്ല, എല്ലാ പോലെ തന്നെ അട്ടർ ഫ്ലോപ്പ് സാധനം എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞു എല്ലാരും ബോക്സിലേക്ക് ആ ബോട്ടിൽ വരച്ചിട്ടാണ് ഉള്ളിൽ ചെയ്യാൻ നോക്കണ. ഇത് ആദ്യമേ ഈ പപ്പാനിന്റെ ഒക്കെ തുടങ്ങിയിട്ടാണ് ബോട്ടിൽ വരച്ചത്. അപ്പോഴേ സ്കെച്ച് വെച്ച് വരക്കാൻ സമയം കിട്ടില്ല എന്ന് എനിക്കറിയാം. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഓക്കെ, ഞാൻ ഇത് തിരിച്ച് ഇവിടെ തന്നെ വെക്കാൻ പോവാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ചാച്ചു. ചാച്ചു നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാക്ക മാക്സിമം ചെറുതാണ് വരച്ചേക്കണം. കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഇക്കാക്കാൻ്റെ ആണ്. പക്ഷേ ഇൻകംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം കാക്ക ഓരോന്നും ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ഇൻകംപ്ലീറ്റ് ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കമ്പയർഡ് ടു തക്കാളി ട്രെയിൻ ഇൻകംപ്ലീറ്റ് ആണ്. ബട്ട് ഗൈസ്, യു നീഡ് ടു സീ ദിസ്. ആ കൈ വെച്ച് വരച്ചില്ലേ, കാണണം. ഇത് എനിക്ക് കേട്ടോ. കാരണം ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? കറക്റ്റായിട്ട് ഗ്രീൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പപ്പാനിനെ പോലത്തെ ആ ഒരു ഇതൊക്കെ വരച്ചിട്ടുണ്ട്. പ്രിങ്കിൾസ് 2 എഴുതിയിട്ടുണ്ട്. നമ്മുടെ ലേസ് അത് യെല്ലോ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഒരു ബ്ലൂ മയോണൈസിന്റെ ബൗള് വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് അതെ, പെർഫെക്റ്റ് അല്ല, ബട്ട് സ്റ്റിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത്തവണ നമ്മുടെ പ്രിങ്കിൾസ് പൂരിക്കുന്നത് നമ്മുടെ സ്വന്തം ഫിക്രുക്കാണ്. ഓക്കെ, യെസ്. ദേ നോക്ക്, ഇതാണ് നിങ്ങൾ നെക്സ്റ്റ് വരക്കാൻ പോണ ഐറ്റം. ഡോളാണ്, എ ക്യൂട്ട് ലിറ്റിൽ ഡോൾ, പിങ്കിഷ് കളർ. അപ്പൊ എന്തായാലും
ഐറ്റം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിവിടെ വെക്കാം. ബ്ലാക്ക് വെച്ച് വരച്ചോളൂ. ഒരു മിനിറ്റ് കേട്ടോ, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തിരിച്ചു വെച്ചിട്ടുണ്ട് കാരണം ഇവർക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ടൈമർ ഓൺ ആയിട്ടുണ്ട്, ഇവര് വരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ ബിനീഷ് കാക്ക, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഗൈസ്, നിങ്ങളൊരു കാര്യം അറിയണം. ഇത്ര നാൾ നമ്മുടെ എല്ലാ ചലഞ്ചിലും ഇരുന്നിട്ട് വിജയിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ചരിത്രം വെട്ടിക്കുറുക്കാൻ വേണ്ടി വെട്ടിത്തിരിക്കാൻ വേണ്ടിട്ട് അതെ, ഞങ്ങൾ അതുകൊണ്ട് മനപ്പൂർവ്വം എടുത്ത് പിടിച്ചിരുത്തിയതാണ്. കാരണം ഇതിലെങ്കിലും ഇങ്ങനെ തോറ്റ് കാണാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം. ഓക്കെ, ആദ്യമായിട്ടാണ് ബിനീഷ് കാക്ക പെൻസിൽ മാറ്റി വെച്ചിട്ട് സ്കെച്ച് എടുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. ഡയറക്റ്റ് സ്കെച്ചിലോട്ടാണ് പോയേക്കണ ആള്. ഓ ഫിക്കുർ സീൻ കേട്ടാ, കണ്ണൊക്കെ വരച്ച് അടിപൊളി. ഡോളിന്റെ കണ്ണൊക്കെയാണ് ആദ്യമായിട്ട് വരച്ചേക്കണം. 40 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ചാച്ചു ഡോളിന്റെ എന്താണ് കാണിച്ചേക്കണം ഒന്നും മനസ്സിലാവുള്ളല്ലോ. മാക്സിമം അലമ്പാക്കണുണ്ട് കേട്ടാ. ബിനീഷ് കാക്ക എനിക്കൊന്നും ഇപ്പോഴാണ് ആ ഒരു ഇതിലോട്ട് വന്നിരിക്കുന്നത്. ഗെയിം തീരാറായി, ഇപ്പോഴാണ് ഒരു ഫ്ലോ കിട്ടി തുടങ്ങിയേക്കണേ. കറക്റ്റായിട്ട് വരക്കണുണ്ട് ഇപ്പം. പക്ഷെ മനസ്സിലാവണില്ല, വേറെ എന്തൊക്കെയാണെങ്കിലും അത് കുറച്ച് രസമുണ്ട് കാണാൻ. നമ്മുടെ 1 മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുന്നത്. 1 മിനിറ്റ് 15 സെക്കൻഡ് ആയിട്ടുണ്ട്. 15 സെക്കൻഡ് അവനെ വെയിറ്റ് ചെയ്തിരുന്നു. 1 മിനിറ്റ് 20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം എത്രയും പെട്ടെന്ന് വരക്കാൻ നോക്കാം. നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് അല്ല, ലാസ്റ്റ് ഐറ്റം കേട്ടോ നമ്മുടെ ടെഡി ബെയർ. പിങ്ക് ടെഡി ബെയർ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. എന്നെ നോക്കിയിരിക്കണ പോലെ ഉണ്ട്. നല്ല രസമുണ്ട്, കൊള്ളാം. അപ്പം അങ്ങനെ നമ്മുടെ സമയം അതിര് കടന്നിരിക്കുകയാണ്. അതിര് കടന്നിട്ടില്ല, കടക്കാൻ വേണ്ടി പോണേ കേട്ടോ. ജസ്റ്റ് ഇങ്ങനൊരു 10 സെക്കൻഡ്സ് മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. അപ്പം എന്തായാലും ഞാൻ സ്റ്റോപ്പ് പറയുമ്പോൾ നിങ്ങൾ നിർത്തണം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. ഗായ്സ് സ്റ്റോപ്പ് ഫിക്രു സ്റ്റോപ്പ്. അങ്ങനെ നമ്മുടെ ബിനീഷ് കാക്ക നമ്മുടെ ഫ്ലോയിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. സീ ദിസ്. ഇത് കറക്റ്റ് പൂച്ചക്കുട്ടീനെ പോലെ ഉണ്ട്. ഞാൻ കൊടുത്തത് ടെഡി ബെയർ ആണ്, പക്ഷെ കൊള്ളാം, ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് അതെ 3 പ്രാവശ്യം ചെയ്തതിലും ഈ 3 ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും പിച്ച വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഡ്രോയിങ്ങിന്റെ ഞാൻ പറയട്ടെ, അല്ല ഞാൻ ഇത് രസമുണ്ട്. പക്ഷെ ഇച്ചിരി വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് മനസ്സിലായി. അടുത്തത് ഞാന് ബിനീഷ് കാക്കാന്റെ ആദ്യം മട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞ, പക്ഷെ ഇപ്പൊ ശരിക്കും മട്ടർ ഫ്ലോപ്പ് എന്താന്ന് എനിക്ക് ചാച്ചു കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടാ. ഇങ്ങനത്തെ ശരിക്കുള്ള ഒരു ഡോൾ ഉണ്ട്, പക്ഷെ ഞാൻ അതല്ല ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വെച്ചേക്ക്. ഇതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ താല്പര്യമില്ല, കാരണം ഒട്ടും മാച്ച് ആയിട്ട് വന്നിട്ടില്ല. എന്ന് പറയുന്നത് സിക്രൂന്റെ ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടാവും, കൊള്ളാം. പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മള് കൊടുത്തിരിക്കുന്നത് തന്നെ വരക്കാനാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്ലെയിൻ ആയിട്ട് കൊടുത്താല് ഉറപ്പായിട്ട് ഞാനിത് ഫിക്രൂക്കായിരിക്കും കൊടുക്കണത്. പക്ഷെ ഫിക്രോടെ യെല്ലോ യൂസ് ചെയ്ത് നമ്മുടെ ടെഡിയില് യെല്ലോ വരുന്നില്ല. ആ ഒരു റീസൺ കൊണ്ട് മാത്രം ഞാൻ ആദ്യം തരം താഴ്ത്തി പറഞ്ഞ പൊട്ടയാണെന്ന് പറഞ്ഞ ബിനീഷ് കാക്കാക്ക് കൊടുക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം എനിക്കിപ്പോ ഇത് രണ്ടും കൂടെ പിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. കാണൂ ഗൈസ്, കണ്ടാ ഇത് രസമുണ്ട്. ആകെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് ഇതിലാകെ ഒരു ഇതെന്ന് വെച്ചാല് ഇവൻ യെല്ലോ കൊടുത്തു, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഞാൻ ഇതിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ അതെ, യെല്ലോ കൊടുത്തില്ലായിരുന്നെങ്കിൽ അവനിക്ക് ഉറപ്പായിട്ട് ഞാൻ കൊടുത്തേനെ. കാരണം ആ ഷേപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫിക്രുമാണ് ചെയ്തേക്കുന്നത്. ഇത് പൊക്കല്ലേ, എന്റെ മനസ്സ് ചത്തുകൊടെ വെക്ക്. അപ്പൊ നമുക്ക് ഈ ടെഡി ബെയർ ആയിരിക്കും കൊടുക്കാം. അപ്പൊ എന്തായാലും ഈ ചലഞ്ച് അടിപൊളിയായിരുന്നു. ഇതുവരെ ഇങ്ങനെ ഡ്രോയിങ് ചലഞ്ച് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്തായാലും ഗൈസ് ഇവരെ ഡിസ്റ്റർബ് ചെയ്തു.
അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതുകൂടാതെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ അതെ എന്തായാലും നമ്മൾ ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ ബൈ.